ഇടുക്കിയിൽ CPM നേതൃത്വത്തിലുള്ള തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 10.5 കോടിയിലധികം രൂപയുടെ വൻ ക്രമക്കേട് പുറത്ത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ മാത്രം 10.42 കോടി രൂപയാണ് ബാങ്കിൽ നിന്നും തട്ടിയെടുത്തത്. സംഭവത്തിൽ ബാങ്ക് മുൻ പ്രസിഡന്റും സെക്രട്ടറിയും താൽക്കാലിക ജീവനക്കാരുമടക്കം 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തു. ഇവരുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, CPM നേതൃത്വത്തിലുള്ള ഒരു സഹകരണ ബാങ്കിലാണ് ഇത്തരത്തിലുള്ള ഒരു വൻ ക്രമക്കേട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശം? തീർച്ചയായും അത്തരത്തിലാണ് മറ്റൊരു കരിവന്നൂർ ബാങ്കായി മാറുകയാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് തുടർച്ചയായി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആ ബാങ്കിലെത്തി പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ക്രമക്കേടുകളും സാമ്പത്തിക തട്ടിപ്പുകളും എല്ലാം തന്നെ പുറത്തറിയുന്നത്. 2021 മുതൽ 2026 വരെയുള്ള 5 വർഷ കാലയളവിൽ 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഈ ബാങ്കിൽ നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ JLGകൾ രൂപീകരിച്ച് SHGകൾ രൂപീകരിച്ച് ഈ പരസ്പര ജാമ്യത്തിൽ വൻ തുകകൾ ഇവർ തട്ടിയെടുക്കുകയായിരുന്നു. ഈ ബാങ്കിലെ നിക്ഷേപകരുടെ രേഖകൾ പോലും ദുരുപയോഗം ചെയ്താണ് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ മുരിക്കാശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 13 പേരാണ് പ്രതികളുള്ളത്. അതിൽ ആ കാലത്തെ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, അതായത് ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ഷൈൻ തോമസും അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായി സുനിത കുമാരി ബാങ്കിലെ സെക്രട്ടറിയുമാണുള്ളത്. കൂടാതെ 8 താൽക്കാലിക ജീവനക്കാരുമുണ്ട്. ഇവർ പരസ്പരം ഈ ജാമ്യം നിന്ന് 50,000 രൂപയും 1 ലക്ഷം രൂപയും ഉൾപ്പെടെ ഇത്തരത്തിൽ പല സമയത്തായി തങ്ങളുടെ പേരുകളിലാക്കി എടുക്കുകയായിരുന്നു. ബന്ധുക്കളുടെ പേരിലും ഈ സഹകാരികളുടെ പേരിലും എല്ലാം ഇത്തരത്തിൽ പണം ഇവർ വാങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ആ കണക്കിൽ മാത്രം ഏകദേശം 10 കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കേരള ബാങ്കിൽ നിന്ന് ഏകദേശം 20 കോടിയോളം രൂപയും